എല്ലാവർക്കും നിലാവ് നക്ഷത്രം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ 2 വളങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. ഒന്ന് നമ്മുടെ കിച്ചൺ വേസ്റ്റില്ലാത്ത വീടുണ്ടോ അല്ലേ, അതുകൊണ്ട് നല്ല സൂപ്പർ ഒരു കമ്പോസ്റ്റ് വളം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കാഷ്ടം നമ്മൾ അതേപടി ഒന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ, എല്ലാം കരിഞ്ഞ് പറഞ്ഞു പോകത്തില്ലേ. അപ്പോൾ അതും ഒന്ന് സമ്പുഷ്ടീകരിച്ച് വെച്ചേക്കുന്ന വളവുമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നേരത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമ്മളെ കോഴിയുടെ കൂട് ഇങ്ങോട്ടങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. അവർ നല്ല കുറച്ചുകൂടെ സന്തോഷകരമായി ഇരിക്കാൻ വേണ്ടി അവരുടെ കുറച്ചുകൂടെ സംവിധാനമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുവാണ്. അതിന് നമ്മുടെ കോഴിക്കൂട് എക്സ്റ്റൻഷൻ ഈ ലെവൽ വരെ എത്തിയിട്ടുണ്ട്. ഫ്രെയിമൊക്കെ അടിച്ചിട്ടേക്കുവാണ്. ഇനി ഇത് ഷീറ്റ് ഇട്ടാൽ ഇതിൻ്റെ പണി നമ്മൾ തീരും. അപ്പോൾ അതൊരു 2-3 ഡേയ്സിനകം അതും ഓക്കെ ആവും കേട്ടോ. ഇനി നമ്മുടെ കോഴിമക്കൾക്കൊക്കെ നല്ല വിശാലമായിട്ട് തുള്ളിക്കളിച്ച് നടക്കാനുള്ള സ്ഥലം ഇവിടെ ആവും. നേരത്തെ അവർ മഴയൊക്കെ പെയ്താൽ ഇവരെ ഓടിച്ചകത്ത് കയറ്റണമായിരുന്നു. മഴക്കാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവരെ ഹാൻഡിൽ ചെയ്യാൻ. ഞാൻ പറഞ്ഞ പോലെ വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഇതിവിടെ സെറ്റായി കഴിയുമ്പോൾ നമ്മളുടെ വർക്ക് പാതി കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ഇവർക്കും നല്ല ഒരു ആശ്വാസമാവും. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ഇത്രയായി നിൽക്കുന്നു. പിന്നെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ നമ്മുടെ ചാനലിട്ട വീഡിയോസിന് കമൻറ്റായിട്ട് പറഞ്ഞിരുന്നു, നമ്മൾ ഈ തറ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, അത് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഒത്തിരി പേരോട് പറഞ്ഞു. അങ്ങനെ ചെയ്യരുത്, നമുക്കത് ഇരട്ടിപ്പണിയാവും. അപ്പം നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞാൻ എന്തായാലും തറ ഇടുന്നില്ല, മണ്ണ് തന്നെ ആക്കുകയാണ്. കുറച്ച് മണലൂടെ ഇറക്കി ഇങ്ങനെ ലെവലാക്കണമെന്നുണ്ട്, അല്ലാതെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇൻഫർമേഷൻസ് തന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അതിന് തന്നെ ഒത്തിരി താങ്ക്സ് കേട്ടോ. നമ്മൾ കോഴിക്കാഷ്ടമൊക്കെ പുറത്തുനിന്ന് വാങ്ങാറുണ്ടല്ലോ, അപ്പോൾ അത് അതേപടി ഈ കൂട് വൃത്തിയാക്കുമ്പോൾ അതേപടി ചാക്കി നിറച്ച് കിട്ടുക ചെയ്യുന്നത്. അതൊക്കെ വലിയ മരങ്ങൾക്കൊക്കെ റബ്ബറിനും അതുപോലെ തെങ്ങിനും അങ്ങനെയുള്ളതൊക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ പച്ചക്കറി കൃഷിക്കോ അല്ലെങ്കിൽ ചെടി ഗാർഡനൊക്കെ ചെയ്യുന്നവർക്കൊന്നും ആ വളമൊന്നും നേരിട്ടിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം നമ്മളത് കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു സമ്പുഷ്ടീകരിച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ചെയ്ത് വെച്ചേക്കുന്ന ഒന്നും. പിന്നെ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഡെയിലി ഇഷ്ടംപോലെ പച്ചക്കറിയുടെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കാണും, അതൊക്കെ വെച്ചിട്ടും വെച്ചേക്കണ ഒരു കമ്പോസ്റ്റ് വളം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, എൻ്റർടൈൻമെൻ്റ് ആണ്. ഇല കുത്തിത്തിരുന്ന തീറ്റ കണ്ടോ, വാഴയില കേട്ടോ കൊത്തിയിട്ട് കൊടുത്തേക്കുവാണ്. ഇടവേള സമയം ആനന്ദകരമാകാൻ വേണ്ടി കൊടുത്തേക്കാണ്. വെള്ളവും ഭയങ്കര ചൂടാണ്, വെള്ളവും കുടിച്ച് ഇലയും കഴിച്ച് ഇവിടെ നിന്നോളും. നിങ്ങൾ സ്നാക്സ് കഴിക്കുക, ഞങ്ങൾ വളം കണ്ടിട്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, നമ്മുടെ കമ്പോസ്റ്റ്. ഇതെന്തിൻ്റെ കമ്പോസ്റ്റാണെന്നറിയാമോ? ഇത് പച്ചക്കറി വെച്ചുണ്ടാക്കിയ കമ്പോസ്റ്റാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കി, എന്തെങ്കിലും പുഴുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല, സ്മെല്ലോ ഒന്നും ഒരു സംഭവവും ഇല്ല. ഇതിപ്പോൾ ഏകദേശം 1.25 മാസം 2 മാസം അടുപ്പിച്ചായ കമ്പോസ്റ്റാണ്. ഇത് ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. പച്ചക്കറി വേസ്റ്റ് ഇടുക, അതിന് മുകളിൽ കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക. ചകിരിച്ചോറ് അല്ലെങ്കിൽ പേപ്പറോ കരികലയോ എന്തെങ്കിലും ഇട്ട് കവർ ചെയ്ത് വെക്കുക. അടുത്ത ദിവസം പിന്നെയും വേസ്റ്റ് ഇടുക. അങ്ങനെ ഇട്ട് നിറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു ബിൻ നിറഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ട് കെട്ടി വെക്കുക ചെയ്തത്. പിന്നെ എടുത്തത് ഒരു 1.5 മാസം ആയപ്പോഴാണ്. എടുത്തപ്പോൾ ഇത്രയും ഇല്ലായിരുന്നത് 2 ബിന്നിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിലൊരു അര ഇല്ല, ഒരു 1/4 ഭാഗവും കമ്പോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളായിരുന്നു. പുഴുക്കളോ ഒരു കുഞ്ഞു പുഴു ചത്തെടുക്കുന്നുണ്ടോ ഒന്നുമില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ് നമ്മുടെ കിട്ടിയത് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള വേസ്റ്റാണ് ഇട്ട് കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ചെറിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ എത്ര ചെയ്തെന്ന് പറഞ്ഞാലും ഈ പുഴുക്കൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും കേട്ടോ. പുഴുക്കൾ ഉണ്ടാവാതിരിക്കത്തില്ല, പുഴുക്കളുണ്ടാവും. പക്ഷേ യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും അടിക്കത്തില്ല. ഇതിങ്ങനെയായിട്ട് കവർ ചെയ്ത് വീടിനോട് ഇത്തിരി മാറ്റി വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ബക്കറ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ വീട്ടിൽ വർക്ക് ഏരിയ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അടുക്കളക്കകത്തായാലും വെക്കാൻ പറ്റും. ചെറിയൊന്നും വരാത്ത രീതിയിലുള്ള ബക്കറ്റ് ഞാൻ പല ഷോർട്സിലും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നല്ല ഒന്നാന്തരം കമ്പോസ്റ്റ് വളം, പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ടുള്ള കമ്പോസ്റ്റ് വളം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നോക്ക്, ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് 1.5 മാസമൊക്കെ ആകുമ്പോൾ എടുക്കാമായിരുന്നു. പക്ഷേ അപ്പോൾ അതിൻ്റെ നല്ല ഈർപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വെയിലത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ട് നമുക്കിതായിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ അതിൻ്റെ പോലും ആവശ്യമില്ല. 2 മാസം ആറായപ്പോൾ ഇതുപോലെ വളങ്ങൾ കിട്ടും. 5 പൈസ ചിലവില്ല. ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ തൊലിയുടെയൊക്കെ കിടപ്പുള്ളൂ, ബാക്കി എല്ലാം നന്നായിട്ട് ഇതിനകത്തുണ്ട് കേട്ടോ. ഇതങ്ങോട്ട് പച്ചക്കറിക്കും അതുപോലെ ചെടികൾക്കും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേറെ ഒരു വളത്തിൻ്റെ ആവശ്യമില്ല. കരികല വേണം ഇട്ട് കൊടുക്കുക. ഞാനിത് കരികല ഇട്ടിട്ടില്ലായിരുന്നു, ഞാൻ ചകിരിച്ചോറായിട്ട് കൊടുത്തിരുന്നത് കേട്ടോ. ചകിരിച്ചോറും കിച്ചൺ വേസ്റ്റും മാത്രമാണ് ഇട്ട് കൊടുത്തിരുന്നത്. മുട്ടത്തോടും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പൊഴിഞ്ഞ് കിടപ്പുണ്ട് ഇതിനകത്തൊക്കെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പച്ചക്കറി കൊണ്ടുള്ള നമ്മളെ ഒന്നാന്തരം കിച്ചൺ വേസ്റ്റ് കൊണ്ടുള്ള നല്ല ഒന്നാന്തരം വളം. ഇതിപ്പോൾ ഒരെണ്ണം ഞാൻ അങ്ങനെ അടുത്ത സെക്ഷൻസൊക്കെ അവിടെ ഇരിപ്പുണ്ട്, കാണാമോ എന്തോ. 1-2 ബിന്നിൽ അവിടെ ഇരിക്കുന്നു, അതായിട്ടില്ല. പിന്നെ ഞാൻ ചെയ്തേക്കുന്നത് കോഴിക്കാഷ്ടം വെച്ചിട്ടുള്ള കമ്പോസ്റ്റാണ്.
ആണ് ആ സംഭവം കേട്ടോ. കോഴിക്കാഷ്ടം എടുത്തിട്ട് ഡയറക്റ്റ് നല്ല തിക്കായിട്ടുള്ള കാഷ്ടമായിരുന്നു. അതെടുത്ത് ചെറിയ ഈർപ്പത്തോടെ ഇതുപോലെ ഇതും 2 ബിന്നിലെ സാധനമാണ്. ഞാനിപ്പോൾ ഒരു ബിന്നിലാക്കി വിട്ടേക്കുവാണ്. ഇതുപോലെ ഇട്ടിട്ട് അടച്ചങ്ങോട്ട് കെട്ടിപ്പൂട്ടി വെച്ചാൽ ഇതിപ്പോൾ 2 മാസമായ സാധനമാണ്. എന്നൊക്കെ അതിൻ്റെ അകത്ത് നന്നായിട്ട് ലാർവയൊക്കെ ഉണ്ടാവും കേട്ടോ. അതെല്ലാം പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് പറന്നൊക്കെ പോയിട്ട് കുറച്ചൊക്കെ ഡെഡായി കിടപ്പുണ്ട്. നല്ല ഒന്നാതിരം സമ്പുഷ്ടീകരിച്ച കോഴിക്കാഷ്ടമാണ് ഇത്. നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. ഇതിൻ്റെ വേരിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നമുക്ക് പച്ചക്കറിയുടെ ഗ്രോ ബാഗൊക്കെ ഫില്ല് ചെയ്യുമ്പോഴും അതുപോലെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് നല്ല പൊട്ടാസ്യം റിച്ച് സംഭവമാണ്. പെട്ടെന്ന് പൂവിടാനും കായ്ക്കാനും ഒക്കെ ഇത്രയും നല്ല വളം വേറെ ഇല്ല. നമുക്ക് ഇതിന് സ്മെല്ലോ കാര്യങ്ങളോ ഇതിപ്പോൾ എടുത്ത ശരിക്കും പറഞ്ഞാൽ മണ്ണ് പോലെ അടിക്കുന്നത്. യാതൊരു സ്മെല്ലും ഇല്ല. അല്ലേ കോഴിക്കാഷ്ടൊക്കെ ഇരുന്നാലൊക്കെ എന്തൊരു സ്മെല്ലാണ് ഉണ്ടാകുന്നത്. ഇത് യാതൊരു ബാഡ് സ്മെല്ലും ഇല്ല. നമുക്ക് കൈകൊണ്ട് വേണേൽ എടുത്ത് യൂസ് ചെയ്യാം. അത്ര നല്ല വളമായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ പ്രത്യേകം പണ്ടും പറഞ്ഞിട്ടുണ്ട്, കോഴിക്കാഷ്ടം സമ്പുഷ്ടീകരിച്ച് യൂസ് ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മൾ ചെടികൾക്കും പച്ചക്കറിക്കൊക്കെ ഇട്ട് കൊടുത്താൽ അതെല്ലാം ഫ്ലോപ്പാവും, കരിഞ്ഞു പോവും, വേര് താങ്ങത്തില്ല അതിൻ്റെ ഇത്. ഞാൻ അല്ലാതെ കോഴിക്കാഷ്ടം നമുക്ക് ഇടാൻ വേണ്ടി ഒരു കമ്പോസ്റ്റ് വലിയ കുഴിയുണ്ട് കേട്ടോ. അതിനകത്ത് ഇട്ട് വെക്കുക ചെയ്തത്. ഇപ്പോൾ അത് പച്ചക്കറിക്ക് എടുക്കാൻ വേണ്ടി ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി നമ്മളിതുപോലെ ഒരു ബിന്നിലായിട്ടിട്ട് അടച്ച് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പോകുമ്പോൾ എടുക്കുക ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ 10 കോഴികളൊക്കെ വളർത്തുന്നവരാണെങ്കിൽ അവർക്ക് കൂടൊക്കെ വൃത്തിയാക്കുമ്പോഴത്തേക്കും ഇതുപോലെ കാഷ്ടം എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഒരിക്കലും മിസ്സാക്കി കളയരുത് കേട്ടോ. പച്ചക്കറിയുടെ വേസ്റ്റിട്ട് 1 മാസമൊക്കെ ആകുമ്പോൾ ഇതായിരിക്കും കേട്ടോ അവസ്ഥ. അതിനകത്ത് കണ്ട ഈർപ്പങ്ങളൊക്കെ ഉണ്ടാവും, ലാവയൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. അതൊക്കെ 1.5 മാസമൊക്കെ ആകുമ്പോൾ അതെല്ലാം പോയി ഒരുമാതിരി ഡ്രൈ ആയി തുടങ്ങും. 2 മാസം ആകുമ്പോൾ നല്ല ഡ്രൈ ആയി കിട്ടും. ഇല്ലെങ്കിൽ ഒരു ചാക്കിലോ വെല്ലോ ഇട്ടെന്ന് വെച്ചാലും മതി. അത് പെട്ടെന്ന് ഈർപ്പമെല്ലാം മാറി കിട്ടും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും അല്ലോ. ഇതെല്ലാം ഉണ്ട്, മുട്ടത്തോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ വേസ്റ്റും ഇടത്തുണ്ട്. എന്താ പറഞ്ഞേ, കപ്പയുടെ വേസ്റ്റ് വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കോളിഫ്ലവർ, ക്യാബേജ് എല്ലാത്തിൻ്റെ പഴത്തൊലി എല്ലാ സാധനവും ഉണ്ട്. ഫുഡ് വേസ്റ്റ്, സാമ്പാറാട്ടെ തോരനാട്ടെ എല്ലാം അധികച്ചിരി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഇട്ട് വെക്കുക. ഇതിപ്പോൾ ഏകദേശം 1 മാസമായ സംഭവം കേട്ടോ. ഇതിപ്പോൾ 1.5 മാസമായതാണ്. കണ്ടോ, ഇതിൻ്റെ അകത്ത് ഈർപ്പമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഈർപ്പമൊക്കെ പോയിട്ടുണ്ട്. ഇതൊരു 10-15 ദിവസം കഴിയുമ്പോഴത്തേനും നല്ല ഇതായിട്ട് കിട്ടും, പൊടിയായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ പല സെക്ഷനായിട്ട് നമ്മളെടുത്ത് വെക്കുവാണെങ്കിൽ ഇതിപ്പോൾ അളവ് കണ്ടോ, നിറച്ചിട്ട് വെച്ചതാണ്. ഇതിപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. ഇത്ര നമുക്ക് കിട്ടത്തുള്ളൂ. ഇതെന്തിനാ കാണിച്ചിരുന്നു ചോദിച്ചാൽ എനിക്കും ഇതേപ്പറ്റിയൊന്നും പണ്ടൊരു ഊഹമില്ലായിരുന്നു. പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് വെച്ചാൽ പുഴു കയറും, സ്മെല്ലാവും, മാറ്റാവും, അടുക്കാൻ പറ്റത്തില്ല എന്നൊരു കൺസെപ്റ്റായിരുന്നു നമുക്കെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറി കിട്ടി. ഇപ്പം കണ്ടില്ലേ, ചെയ്ത് എത്ര ബിന്നിലാന്ന് നോക്കിയേ. 1, 2, 3 ഇതോ അവിടെ ഇരിക്കുന്നു, വേസ്റ്റായിട്ട് അവിടെ ഇരിക്കുന്നു. കോഴിക്കാഷ്ടമാണെങ്കിൽ കമ്പോസ്റ്റായിട്ട് അങ്ങനെ വെച്ചേക്കുന്നു. അപ്പോൾ ഇഷ്ടംപോലെ വളം 5 പൈസ പോലും ചിലല്ലാതെ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ എന്തുമാത്രം പൈസ കൊടുക്കണം. 1 കിലോ വളത്തിനൊക്കെ 250 രൂപ ആണ് ഓർഗാനിക് മാനുവൽ പറഞ്ഞ ഷോപ്പിലൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങാതെ നമുക്ക് പൈസയൊക്കെ ഇച്ചിരി സൂക്ഷിക്കാനും പറ്റുമല്ലോ. പിന്നെ ഇങ്ങനത്തെ ബിന്നിലുള്ളതൊക്കെ ഞാൻ വീടിൻ്റെ അടുത്തല്ല വെക്കുന്നത്, പുറത്താണ് വെക്കുന്നത്. പറമ്പിൽ അല്ലെങ്കിൽ ഷെഡിൻ്റെ ബാക്കിലൊക്കെയാണ് വെക്കുന്നത്. അതിനകത്ത് നിന്ന് കുറച്ച് സ്ലറിയൊക്കെ ഉണ്ടാവും. അതൊക്കെ വീണ സ്മെല്ലടിക്കും. അപ്പോൾ ഈ സ്ലറിയൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ കൂടെ ഇരട്ടി വെള്ളവും 3-4 ഇരട്ടി വെള്ളവും ചേർത്തിട്ട് നമുക്ക് വെജിറ്റബിൾ സ്ലറി നമുക്ക് പച്ചക്കറിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ കളക്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അതല്ലാതെ ഫ്ലാറ്റിലും ടൗണിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിന്നൂടെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ ബിന്നുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതുപോലത്തെ ബക്കറ്റ് സൈസും അതുപോലെ 3 തട്ടായിട്ടുള്ളതും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം, ആവശ്യമുള്ളവർക്ക് അത് വേണമെങ്കിൽ വാങ്ങാം കേട്ടോ. അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഈ കമ്പോസ്റ്റ് ബിന്ന് ഇത് നമുക്ക് പരിക്കകത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിനകത്തുനിന്ന് സ്ലറിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. എല്ലാ വേസ്റ്റ് വിട്ട് അടച്ചു വെച്ച് സൂക്ഷിക്കാം. ഇതുപോലെ കിട്ടും. അതും ഇതുപോലെ നിറച്ച് കിട്ടുന്ന സാധനമാണ്. ഇത് ഉപതാണ്ട് 1/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് പച്ചക്കറിക്കൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. യാതൊരു സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. ഇത് ബിന്നിന് നേരത്തെ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആ വളവും ഇവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഈ കോഴികളെയും താറാവിനെയും അതുപോലെ ടർക്കികളെയും ഒക്കെ വളർത്തിക്കൊണ്ട് വരുന്ന രീതിയും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മറക്കാതെ കാണുക. അപ്പോൾ ഇത്ര നാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒന്നുകൂടെ വളരെ ഒത്തിരി താങ്ക്സ് പറയാണ്. പിന്നെ നമ്മളെ വർക്കൊക്കെ ഇത്രയായിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കാകുമ്പോൾ ഇതെല്ലാം പൂർത്തീകരിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വരും. ഇനി ഷീറ്റൂടൊക്കെ ഇടണം. പിന്നെ എന്നാ പറയുന്നത്, ഈ ഫെൻസും നമ്മൾ ഈ ഷീറ്റും ഒക്കെ ആയിട്ടൊന്ന് അറ്റാച്ച് ചെയ്യാൻ കുറച്ച് വലയും കാര്യങ്ങളൊക്കെ ഇടണം. ഇല്ലെങ്കിലുള്ള
കുരുത്തം കേട്ടോ ചാടിക്കളയും. ഞാൻ ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ എത്ര ഹൈറ്റാണെന്ന് പറഞ്ഞാലും പൊങ്ങിച്ചാടിക്കളയും. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് മാനേജ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം എല്ലാവർക്കും ബൈ.